കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 12:45 മക്കളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ദൃശ്യങ്ങളിൽ ജിസ്മോളും മകളും മാത്രമാണ്, മൂത്ത മകളും മാത്രമാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കൂടിയാണ് ഇത്. വീട്ടിൽ പലതവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടെയായിരുന്നു ജിസ്മോൾ കുട്ടികളുമായി പുഴയിൽ ചാടിയത്. സംഭവത്തിൽ പിടിയിലായ ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്തെ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അഭിഭാഷകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകയുമായ യുവതിയുടെ ആത്മഹത്യ, ജിസ്മോളുടെ ആത്മഹത്യ, ജിസ്മോളും മക്കളുടെയും മൃതദേഹം പുഴയിൽ പിന്നീട് നാട്ടുകാർ കണ്ടെടുക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായി കൂടി അത് മാറുകയായിരുന്നു. ഈ വിഷയത്തിൽ ഭർത്താവും ഭർത്തൃമാതാവുമടക്കം ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്, ജയിലിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ, യുവതിയൊക്കെ അത് വളരെ സജീവമായി പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു യുവതിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്താണ്? രഞ്ജിത്ത്, ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ ഹൈക്കോടതി അഭിഭാഷക, അങ്ങനെ വളരെ സജീവമായി നിന്നിരുന്ന ഒരാളുടെ പെട്ടെന്നുള്ള ആത്മഹത്യ എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കുടുംബത്തിനെതിരെ കാര്യമായ പരാതി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നില്ലെങ്കിലും ഈ ജിസ്മോളുടെ കുടുംബം, വിദേശത്തുള്ള പിതാവും സഹോദരനുമൊക്കെ എത്തിയതോടെയാണ് ഈ ജിസ്മോളുടെ ഭർത്തൃഗൃഹത്തിനെതിരെ, ഭർത്താവിനെതിരെ, ഭർത്തൃമാതാവിനെതിരെ, സഹോദരിക്കെതിരെ, ഭർത്തൃപിതാവിനെതിരെ, ഇത്രയും പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ 15 ഏതാണ്ട് ഈ സമയത്തോടെയാണ് ജിസ്മോളുടെ ഒക്കെ മൃതദേഹം ഈ പുഴയിൽ, മൃതദേഹമല്ല, ഇവരൊഴുകി വരുന്ന കാഴ്ച കണ്ടത്. തുടർന്ന് വളരെ വേഗത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അന്ന് പലതരത്തിൽ ഉള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. സ്കൂട്ടറിലെത്തി ചാടി എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷെ കുടുംബം പിന്നീട് പല സംശയങ്ങളും പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ജിസ്മോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന അവരുടെ വിശ്വാസം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ CCTV പ്രകാരം ഈ ജിസ്മോളും മക്കളും പോകുന്നതാണ്. രഞ്ജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ അത്രയധികം വ്യക്തമല്ല. ഇളയ കുഞ്ഞ്, ഏതാണ്ട് 1 വയസ്സ് മാത്രം പ്രായമുള്ള നോറ, അതിനെ ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് പല CCTVകളൊക്കെ പരിശോധിച്ചതിൽ ഈ സ്കൂട്ടറിന്റെ മുൻഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഇളയമോൾ നിൽക്കുന്നുണ്ട്, അതിന്റെ മുന്നിൽ തന്നെ കുഞ്ഞുകുട്ടി തറയിലായി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കുഞ്ഞുകുട്ടിക്കൊക്കെ വിഷം കൊടുത്ത ശേഷമാണ് ഈ അവിടെ നിന്ന് മരിക്കാതെ വന്നതോടുകൂടിയാണ് ഇങ്ങനെ ആറ്റിൽ ചാടുന്ന സ്ഥിതി ഉണ്ടായത്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ തന്നെ ആ കുട്ടിക്ക് തളർച്ച വന്നിട്ടുണ്ടാകും. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞ് എണീറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട്, പതുക്കെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായതേ ഉള്ളൂ. ആ സമയത്താണ് ഇങ്ങനെയൊരു ക്രൂരതയിലേക്ക്, ഇങ്ങനൊരു ഇതിലേക്കൊക്കെ ഈ ജിസ്മോളൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി അല്ലെങ്കിൽ തന്നെ സ്കൂട്ടറിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചത് കൊണ്ടാകാം ഒരുപക്ഷെ ഇരിക്കുന്നു എന്നുള്ള നിഗമനമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. മറ്റു പല CCTVകളും കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളത് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മരണം ഈ മുങ്ങി മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിലും കണ്ടെത്തുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത് എങ്ങനെയാണ് ജിസ്മോൾ എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ പുഴയിൽ ചാടി എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ, ഒരു വ്യക്തതകൾ ഉണ്ടാകുന്നു. ഏതാണ്ട് 12:45 കൂടിയാണ് ജിസ്മോൾ പോകുന്നത്. അതിനുശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഇവരെ പുഴയിൽ കാണുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴിയുള്ളത്. 1:30-2 മണിയോടുകൂടി. അതായത് അവിടെ നിന്ന് ഏതാണ്ട് ഒരുപാട് ദൂരം പോയിട്ടില്ല. വീടിന്റെ കര, മാറിയിരിക്കുന്ന കരയുടെ അങ്ങേ കരയിൽ എത്തിയ ശേഷമാണ് ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് ജിസ്മോൾ ആഴം കൂടുതലുള്ള ഭാഗത്തെത്തിയാണ് പുഴയിലേക്ക് ചാടുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം. 1 മാസമാകുന്നു ഈ സംഭവം ഉണ്ടായിട്ട്. ഇപ്പോഴും വേദനയോടെ കഴിയുകയാണ് കുടുംബാംഗങ്ങൾ. ഒപ്പം തന്നെ ഈ ക്രൂരതയ്ക്ക് ഒരു കാരണമായിട്ടുള്ള ഭർത്താവും ഭർത്തൃപിതാവും ജോസഫും ജിമ്മിയും ഇപ്പോൾ ജയിലിലാണ്. ഇന്നലെയാണ് ഏറ്റുമാനൂർ കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്.
ഈ കുടുംബത്തിനെതിരെ മറ്റാരോപണങ്ങളുണ്ട്. ഈ ഭർത്തൃമാതാവ്, ഭർത്താവിന്റെ മൂത്ത സഹോദരി, ഇവർക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഇവർക്കെതിരെയും തുടർ നടപടികൾ വേണമെന്ന ആവശ്യം കുടുംബം പല ഘട്ടങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് അവരുടെ തീരുമാനം ഉള്ളത്. എന്തായാലും ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ കുടുംബം തന്നെയാണ്, ഭർതൃഗൃഹത്തിലെ അംഗങ്ങൾ തന്നെയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് ഈ നടപടി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ സംഭവം, വേദനിപ്പിക്കുന്ന സംഭവം, അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രഞ്ജിത്ത്, അത് CCTV ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ഒരുപാട് മനോധൈര്യം വേണം ഇത്തരത്തിൽ. നമുക്കറിയാം അത്രത്തോളം പേർ അനുഭവിച്ചിട്ടുണ്ടാകും. ഈ ശ്രീത്ത് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും മറ്റും അത്രത്തോളം അവർ കുടുംബത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചു കാണണം. കാരണം തുടർച്ചയായി വീട്ടിൽ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു കൊടും ചെയ്തിയിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത്. അത്തരം ചോദ്യം ചെയ്യലുകളും മറ്റ് അന്വേഷണവും ഒക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടത്തിൽ ജിസ്മോളുടെയും ഈ ഭർത്താവിന്റെയും ഈ ജോസഫ് ഭർത്തൃപിതാവിന്റെയും ഫോണുകൾ പരിശോധിച്ചാണ് അന്വേഷണം നടത്തിയത്. ഈ ഫോണുകളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ഭർത്തൃപിതാവ് ജോസഫിനെതിരെ കാര്യമായ ആരോപണങ്ങളൊന്നും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അയാളുടെ അടക്കം ചില ശബ്ദ സന്ദേശങ്ങൾ കണ്ടെടുത്തതാണ് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമായത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇത് പരിശോധിച്ച് ഒരു തുടർ നടപടിയിലേക്കാണ് ഇവരുടെ രണ്ടുപേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നിലവിൽ പോലീസ് ഈ മാതാവിനെയോ അല്ലെങ്കിൽ മൂത്ത സഹോദരിയോ ഒന്നും ഒഴിവാക്കിയതായി പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്കെതിരായ തെളിവുകൾ ലഭിച്ചാൽ നടപടി എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് സാധാരണ പല കേസുകളിലും ഇത്തരം കുടുംബത്തിന്റെ, ഇപ്പൊ ജിസ്മോളുടെ ആണ്, ജിസ്മോളുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പല ശബ്ദ തെളിവുകളൊക്കെ വരേണ്ടതാണ്. പക്ഷേ ജിസ്മോളുടെ ഒരു സ്വഭാവം അനുസരിച്ച് വീട്ടിൽ പരാതി പറയുന്ന ശീലം ജിസ്മോൾക്ക് ഇല്ലായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഫോൺ ഉപയോഗിക്കുന്നതിലൊക്കെ ജിമ്മിയുടെ വലിയ വിലക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് ജിസ്മോളുടെ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ശബ്ദ സന്ദേശങ്ങൾ, കൂടുതൽ തെളിവുകളൊന്നും നിലവിൽ അവരുടെ ഭാഗത്ത് നിന്ന് മൊഴി എന്നുള്ളതിനപ്പുറം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഈ ഫോണൊക്കെ പരിശോധിച്ചുള്ള തെളിവുകൾ തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിലവിൽ ഈ ഭർത്തൃമാതാവൊപ്പം തന്നെ സഹോദരി, മൂത്ത സഹോദരി എന്നിവർക്കെതിരെ കേസെടുക്കാൻ അവരെ പ്രതിപട്ടികയിൽ ചേർക്കാത്തതിന് കാരണം അതായിട്ടാണ് പോലീസ് പറയുന്നത്. നമുക്ക് മറ്റൊരു